മറ്റൊരു വാർത്തയിലേക്കാണ്. മലപ്പുറം തിരുവാലി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ കൂട്ട സസ്പെൻഷനിൽ രക്ഷിതാക്കൾ വിദ്യാഭ്യാസ മന്ത്രിക്കും ബാലാവകാശ കമ്മീഷനും പരാതി നൽകി. ചെയ്യാത്ത കുറ്റത്തിനാണ് നടപടിയെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. അതേസമയം നിർബന്ധിച്ച് സസ്പെൻഷൻ സമ്മതമാണെന്ന് എഴുതി വാങ്ങിയതായി രക്ഷിതാക്കളും പറഞ്ഞു. ഈ മാസം 11-ന് ക്ലാസ്സിലിരുന്ന് മൊബൈൽ ഫോണിൽ വീഡിയോ ചിത്രീകരിച്ചു എന്നാരോപിച്ചാണ് 6 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തത്. സംഭവത്തിൽ സ്കൂൾ അധികൃതർ വ്യക്തമായ വിശദീകരണം നൽകിയിട്ടില്ലെന്നും രക്ഷിതാക്കൾ പരാതിയിൽ പറയുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ചോദിച്ചു, എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ ഒരു സസ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം, കാരണം ഇപ്പോഴാണ് ഇങ്ങനെ ഓരോ നിയമം വന്നത്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു. അപ്പോൾ ടീച്ചേഴ്സ് ഒക്കെ പറഞ്ഞു, പാരന്റ്സ് വന്നിട്ട് നമുക്ക് ആലോചിക്കാൻ പറഞ്ഞപ്പോൾ, കാരണം പാരന്റ്സിന് വിളിക്കുമ്പോൾ പോലെ ആകെ പേടിക്കുമല്ലോ, ഇങ്ങനെ സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ, അതും ഗേൾസും കൂടി ആവുമ്പോൾ നല്ല പ്രശ്നമാണല്ലോ. അല്ലെങ്കിൽ ഞാൻ കുറെ പറഞ്ഞു ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവർക്കൊരു വിട്ടുവീഴ്ചയില്ല. അവർ പറഞ്ഞു ഇങ്ങനെ പാരന്റ്സ് വരണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു. അതിൽ ഉമ്മാനെ വിളിച്ചപ്പോൾ ഉമ്മ ആകെ ഇതായിക്കണ്. ഞാൻ സ്കൂളിൽ വന്നപ്പോൾ ഉമ്മ കരയാനിരിക്കണ്, കാരണം സസ്പെൻഡ് ചെയ്തു എന്ന് പറയുമ്പോൾ ഇടങ്ങാറുണ്ടാവുമല്ലോ. സ്കൂൾ പോയപ്പം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു കുട്ടി ഫോട്ടോ എടുത്തു. ആ ഫോട്ടോ എടുത്തതിന് മോളി സസ്പെൻഡ് ചെയ്തു. അപ്പം ഞങ്ങൾ പോയി സംസാരിച്ചപ്പോൾ ഞങ്ങളെ അവിടുന്ന് അവരൊക്കെ ഒരു ഭീകര അന്തരീക്ഷത്തിൽ ഒപ്പിടിപ്പിച്ച് പറഞ്ഞയച്ചേക്കാണെന്നാണ് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, അങ്ങനെ ഉണ്ടല്ലോ, നമുക്ക് ഒരു വാർണിംഗ് കൊടുക്കാനുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ചോദിച്ചു. പറഞ്ഞു ഞാൻ നാളെ സ്കൂളിൽ പോട്ടെ, അല്ലെങ്കിൽ മറ്റന്നാൾ പോയിട്ട് ഞാൻ പോയി സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടുത്തെ വാർഡ് മെമ്പർ ബാബുവിനോട് ഈ കാര്യം പറഞ്ഞു. എന്നിട്ട് ഞാൻ PTA വൈസ് പ്രസിഡന്റിനോടും അതുപോലെ PTA മെമ്പറോടും ഈ കാര്യം പറഞ്ഞു. ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ ഞങ്ങളിത് അറിഞ്ഞിട്ടില്ല, ഇതിൻ്റെ തീരുമാനം ഡിസിപ്ലിൻ കമ്മിറ്റിയാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ മെമ്പറെ വിളിച്ചു പോയത്. അപ്പോൾ എൻ്റെ കൂടെ ഈ മെമ്പർ വന്നു, ഞങ്ങളുടെ 2ാം വാർഡിലെ മെമ്പർ ബാബു വന്ന് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ബാബു പറഞ്ഞു കൊടുത്തു. ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. അപ്പോൾ അത് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കുട്ടി മാനസികമായിട്ട് പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ നമ്മളാരും ഉത്തരവാദിയാവോ, അവർക്കെല്ലാവരും ഒക്കെ മാഷ് പറഞ്ഞു കൊടുത്തപ്പോൾ ഈ മാഷൊക്കെ ഈ ഡിസിപ്ലിൻ കമ്മിറ്റി മൊത്തം ഞങ്ങളെ എന്താ പറയുക, ഞങ്ങൾ ആട്ടി ഓടിക്കണം മാതിരിയാണ് സംസാരിച്ചത്.